എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. മാർച്ച് 20 ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 7ാമത്തെ പോയിന്റിൽ ടൈപ്പിസ്റ്റ് പോസ്റ്റിൻ്റെ ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി നവീകരിച്ച് പുതിയൊരു ഓർഡർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 25/3/2025 വന്ന ഉത്തരവാണ്. ഇതിലെന്താണ് പറയുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ ധനദൃഢീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് വിവിധ വ്യയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുറപ്പെടുവിച്ച പരാമർശ ഉത്തരവിലെ നിർദ്ദേശം 7 ചുവടെ ചേർക്കും പ്രകാരം ഭേദഗതി വരുത്തിയിട്ട് ഉത്തരവാക്കുന്നു. ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലെ ജീവനക്കാരുടെ സേവന ആവശ്യകത നന്നേ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അനിവാര്യമായ തസ്തികകളുടെ എണ്ണം വകുപ്പ് മേധാവികൾ കണക്കാക്കേണ്ടതാണ്. അധികമായി കണ്ടെത്തുന്ന തസ്തികകൾക്ക് പകരം ആവശ്യമെങ്കിൽ സർക്കാരിന് യാതൊരു സാമ്പത്തിക ബാധ്യതയും വരാത്ത രീതിയിൽ സമകാലിക പ്രസക്തിയുള്ള പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനുമുള്ള സാധ്യതകൾ ഭരണവകുപ്പ് പരിശോധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. മേൽ ഭേദഗതിയോടെ പരാമർശ ഉത്തരവ് നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആ ഒരു കഴിഞ്ഞ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നുള്ള ആ ഒരു ഭാഗം എടുത്തു മാറ്റിയിട്ടുണ്ട്. അതിന് പകരമായിട്ട് അനിവാര്യമായ തസ്തികകളുടെ എണ്ണം വകുപ്പ് മേധാവികൾ കണക്കാക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അധികമായിട്ട് കണ്ടെത്തുന്ന തസ്തികകൾക്ക് പകരം ആവശ്യമെങ്കിൽ സർക്കാരിന് യാതൊരു അധിക സാമ്പത്തിക ബാധ്യതയും വരാത്ത രീതിയിൽ സമകാലിക പ്രസക്തിയുള്ള പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യതകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ടൈപ്പിസ്റ്റിന് ഒരു സമകാലിക പ്രസക്തി ഇല്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന് ഈ ഓഫീസ് കൈകാര്യം ചെയ്യാനുള്ള യോഗ്യത ഇല്ലേ? അപ്പോൾ ഇതിൻ്റെ യോഗ്യത എന്താണ്? നമ്മൾ ഈ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് ടൈപ്പ് റൈറ്റിംഗ് മാത്രമല്ല, അതിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് കൂടി പഠിച്ചിട്ടാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ മൊത്തം കാര്യങ്ങളും, അതായത് ഒരു ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിച്ചിട്ടാണ്, അങ്ങനെയുള്ള യോഗ്യതയുള്ള ആൾക്കാർക്കാണ് ഈ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പരാമർശം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ യോഗ്യത ഞാൻ പറയാം. ഇതിൽ നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് മാത്രമല്ല ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ടൈപ്പിസ്റ്റിൻ്റെത് നോട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. അതിൽ യോഗ്യത ഒന്ന് ജസ്റ്റ് പരിശോധിക്കാം. ഇതിൽ കണ്ടില്ലേ, പാസ് ഇൻ SSLC ഓർ ഇക്വാലൻ്റ്, ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ KGT ഓർ ഇക്വാലൻ്റ്, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ KGT ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇക്വാലൻ്റ്. ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു യോഗ്യത കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്, 2002 മുന്നേ ആയിട്ട് KGT ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൽ പോസ്റ്റിൻ്റെ പേരിനാണ് കുഴപ്പം, അല്ലാതെ യോഗ്യതയ്ക്കല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുഴപ്പം വരുന്നത്. അവിടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് കൂടി പാസ്സായിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ ഓഫീസിൽ ആ ഒരു സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ ഒരു ക്ലർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പെർഫെക്റ്റായിട്ട് ടൈപ്പിസ്റ്റിന് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് നമുക്ക് ഇതിലറിയാം, ടൈപ്പ് റൈറ്റിങ്ങിൽ സെക്കൻഡ് പേപ്പറിൽ നമ്മൾ ലെറ്റേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യാനും അത് ടൈപ്പ് ചെയ്യാനും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ടൈപ്പ് റൈറ്ററിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടറിലും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ശരിയല്ലേ? അപ്പോൾ ഒരു ക്ലർക്കിനൊക്കെ ആണെങ്കിൽ അത്രയും പെർഫെക്റ്റായിട്ട് ക്ലീനായിട്ട് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കില്ല. അതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ ടൈപ്പിസ്റ്റിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. നമുക്ക് ഈ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ യോഗ്യത എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ യോഗ്യത എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഇവിടെ പാസ് ഇൻ +2 ഓർ ഇക്വാലൻ്റ്, ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്. ഈ ടൈപ്പിസ്റ്റിൻ്റെ അതേ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇവിടെ ഇതിന് പോസ്റ്റിന് വരുന്നത്. ഇത് +2 SSLC, അത് വ്യത്യാസം വരാം. അപ്പോൾ ഇതിൽ ഈ ഒരു പോസ്റ്റിൻ്റെ പേര് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എന്ന് മാത്രമാണ് വരുന്നത്. ടൈപ്പിസ്റ്റിന് ഏത് യോഗ്യത വരുന്നോ അതേ യോഗ്യത തന്നെയാണ് ഈ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിനും വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, പോസ്റ്റിൻ്റെ പേരിനാണ് ശരിക്കും പറഞ്ഞാൽ പ്രശ്നം വരുന്നത്, അല്ലാതെ ടൈപ്പിസ്റ്റിൻ്റെ യോഗ്യതയ്ക്കല്ല. അപ്പോൾ ഇതിനെതിരെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പ്രതികരിക്കുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.